ബോക്സ് എടുത്തിട്ട് ഒരു ബോക്സ് വരയ്ക്കുക. എന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൈസ് ലെങ്ത് ഒരു 60 കൊടുക്കുക, വിഡ്ത്ത് ഒരു 60, ഹൈറ്റ് ഒരു 5. ഓക്കെ, എന്നിട്ട് നമ്മൾ ലെഫ്റ്റ് വ്യൂവിൽ ചെയ്യുക. ലെഫ്റ്റിൻ്റെ വ്യൂവിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാം കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് നമ്മൾ മൂവ് യൂസ് ചെയ്തിട്ട് കോപ്പി ചെയ്യാം. ഈ മൂവ് യൂസ് ചെയ്തിട്ട് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് പിടിച്ചാൽ മതി. ഓക്കെ, ഷിഫ്റ്റ് പിടിച്ചിട്ട് ഒരു കോപ്പി കൊടുത്തിട്ട് ഇതിലെ കോപ്പി കൊടുക്കാം. ഇൻസ്റ്റൻസ് കൊടുത്താൽ സെയിം സൈസ് തന്നെ ആയിരിക്കും. കോപ്പി കൊടുത്താലാണ് നമുക്ക് ഇതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഞാനവിടെ കോപ്പി കൊടുത്തിട്ട് ഇതിൻ്റെ തിക്നെസ് ഒരു 5 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിനിപ്പോൾ നമ്മൾ ഇതിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്യിക്കണം. അപ്പം അതിന് വേണ്ടി പെർസ്പെക്റ്റീവിൽ പോയിട്ട് നമ്മുടെ സ്നാപ്പ് മോഡ് ഓൺ ആക്കാം. എന്നിട്ട് ഈ ഒരു പോയിന്റ് പിടിച്ചിട്ട് ഇതിനെ ഇവിടെ കൊണ്ട് വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ രണ്ടെന്നാണ്. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഇട്ടിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ടോപ്പ് ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്യാം. മുകളിലത്തെ ഇതിനെ സെലക്ട് ചെയ്യാം. ഇത് സ്നാപ്പ് ഓഫ് ആക്കിയിട്ട് ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാണ്. അതായത് നമ്മൾ ആ ഒരു ചെയറിൻ്റെ 2 ഹാൻഡ് കൈ വയ്ക്കുന്ന ഹാൻഡ് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആംഗിൾ സ്നാപ്പ് ഓൺ ആക്കാം. ഓക്കെ, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആംഗിള് ഒരു 90 ഡിഗ്രി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് റൊട്ടേറ്റ് ഓൺ ആക്കിയിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ഫ്രണ്ട് എലിവേഷനിൽ പോയിട്ട് ഷിഫ്റ്റ് പിടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് വിട്ടിട്ട് ഒരെണ്ണം കോപ്പി ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് മൂവ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ 2 എണ്ണം വേണ്ടത് നമുക്ക് 2 ഹാൻഡ് വയ്ക്കാനുള്ളത് വേണം. അപ്പം അതിന് ജസ്റ്റ് മൂവ് യൂസ് ചെയ്തിട്ട് ഒരു കോപ്പി കൂടി ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇതിനെ 2 എണ്ണത്തിന് നമുക്ക് ഈ 2 സൈഡിലായിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് വയ്ക്കുക. എന്നിട്ട് പെർസ്പെക്റ്റീവിലിട്ടിട്ട് നമ്മുടെ ഇവിടെ ആംഗിൾ സ്നാപ്പ് ഓഫ് ആക്കുക. ഈ ഒരു സ്നാപ്പ് ഓൺ ആക്കുക. എന്നിട്ട് ഈ ഒരു പോയിന്റിനെ പിടിച്ചിട്ട് ഇവിടെ വയ്ക്കുക. ഈ ഒരു പോയിന്റിനെ പിടിച്ചിട്ട് ഇവിടെ വയ്ക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ ചെയർ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു കാല് ഇത് നമ്മുടെ ആ ഒരു ലെഗും ഹാൻഡിലും കൂടി ഒരുമിച്ച് വരുന്ന പോർഷനാണ്. അപ്പം ഇത് കുറച്ച് നമുക്ക് ഇറങ്ങിയിരിക്കണം താഴത്തോട്ടേക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് 2 സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്നാപ്പ് ഓഫ് ആക്കിയിട്ട് താഴത്തോട്ട് കുറച്ച് ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടാം. ഒന്നുകൂടി അറേഞ്ച് ചെയ്യാം. കുറച്ച് താഴത്തോട്ട് ഇറക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ഹാൻഡും ആ ഒരു ലെഗിൻ്റെതും ആയിട്ടുണ്ട്. ബാക്കിലേക്ക് ഇങ്ങനെ ചാരിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ലെഫ്റ്റ് എലിവേഷനിൽ വരിക. എന്നിട്ട് ഈ ഒരു ഇതിന് മുകളിലുള്ള ഈ ഒരു ഇതിനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ സെലക്ട് ചെയ്തിട്ട് റൊട്ടേറ്റ് കൊടുത്തിട്ട് നമ്മുടെ ആംഗിൾ സ്നാപ്പ് ഓൺ ആക്കിയിടുക. 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഷിഫ്റ്റ് പിടിച്ചിട്ട് ലെഫ്റ്റിലിട്ടിട്ട് ഈ മുകളിലത്തെ ഈ ഒരു മൂന്നാമത്തെ ഇവിടെ 2-3 സർക്കിൾസ് ഉണ്ട്. മൂന്നാമത്തെ പിടിച്ചിട്ട് എപ്പോഴും റൊട്ടേറ്റ് ചെയ്യണം. നേരത്തെ നമ്മൾ ഇത് പിടിച്ചിട്ടാണ് റൊട്ടേറ്റ് ചെയ്തത്. അത്
അതുപോലെ തന്നെ ഇവിടെ ഇത് പിടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യണം. ഷിഫ്റ്റ് പിടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒരു കോപ്പി എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ മൂവ് യൂസ് ചെയ്തിട്ട് ഇതിനെ ഒരു മൂവ് ചെയ്തിട്ട് കുറച്ച് മൂവ് ചെയ്തിട്ട് ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ തിക്നെസ് ഞാനൊരു 10 കൊടുത്തു. ഇതിൻ്റെ ഒരു കോപ്പിയും കൂടി എടുത്ത് വയ്ക്കാം. ഓക്കെ, ഇതിന് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് പിടിച്ചിട്ട് ഇതിൻ്റെ ഒരു കോപ്പിയും കൂടി എടുത്തു. ഓക്കെ കൊടുത്തു. ഇതിൻ്റെ തിക്നെസ് ഞാൻ 5 കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിനെ രണ്ടിനെയും ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, അത് നമ്മൾ സ്നാപ്പ് ഓൺ ആക്കിയിട്ട് ജോയിൻ ചെയ്ത് വെച്ചു. ഓക്കെ, എന്നിട്ട് ഇതിനെ നമ്മൾ ഈ രണ്ടെണ്ണത്തിന് സെലക്ട് ചെയ്തിട്ട് ഇതായിട്ട് ജോയിൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ സെലക്ട് ചെയ്യുക, സ്നാപ്പ് ഓഫ് ആക്കുക. സ്നാപ്പ് ഓൺ ആക്കിയിട്ട് ഇതിന് ഹൈഡ് സെലക്ഷൻ കൊടുത്തിട്ട് ഹൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ താഴത്തോട്ടേക്ക് ഈ ഒരു ഇതിലേക്കാണ് ഞാൻ ജോയിൻ ചെയ്യണേ. സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ സ്നാപ്പ് ഓൺ ആക്കിയിട്ട് ഇതായിട്ട് ജോയിൻ ചെയ്തു. ഓക്കെ, നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺഹൈഡ് കൊടുക്കുക, അൺഹൈഡ് ഓൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ നമ്മുടെ ആ ഒരു സോഫയുടെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഞാനിപ്പോൾ ലെഫ്റ്റിലിട്ടു, സെലക്ട് ചെയ്തിട്ട് സ്നാപ്പ് ഓഫ് ആക്കിയിട്ട് കുറച്ചുകൂടി കയറ്റി വയ്ക്കാം. ഈ ഒരു ഇവിടം വരെ വയ്ക്കാം. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ബാക്കിലോട്ടേക്ക് ഇങ്ങനെ ചാഞ്ഞ് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിനൊന്നൊരു ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആംഗിൾ സ്നാപ്പ് ഓഫ് ആക്കാം. ആംഗിൾ സ്നാപ്പ് ഓൺ ആക്കിയത് 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാനാണ്. നമുക്ക് അങ്ങനെ വേണ്ട, ചെറിയൊരു റൊട്ടേഷൻ മതി. അപ്പോൾ അതിന് വേണ്ടി ആംഗിൾ സ്നാപ്പ് ഓഫ് ആക്കിയിട്ട് റൊട്ടേറ്റ് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ താഴെയുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ മുകളിൽ വെച്ച ആ ഒരു സംഭവമില്ലേ, അത് കുറച്ചും കൂടെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന പ്രൊജക്റ്റിൽ നിൽക്കുന്ന പോലെ ഉള്ള ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് കുറച്ച് മൂവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഏത് സൈഡിലോട്ടേക്കാണ് മൂവ് ചെയ്യേണ്ടത് ആ ഒരു ആക്സിസ് പിടിച്ചിട്ട് മൂവ് ചെയ്യണ്ട. നമുക്ക് ഇങ്ങോട്ടേക്ക് മൂവ് കറക്റ്റായിട്ട് ഇതിൻ്റെ ആ ഒരു ഇതിൽ അറ്റാച്ച് ചെയ്യുന്നില്ലേന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ പെർസ്പെക്റ്റീവിലിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിപ്പം സോഫയുടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും ചേംഫർ ചെയ്ത് കൊടുക്കണം, ഇങ്ങനെ വളഞ്ഞ ആ ഒരു ഇത് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിനെല്ലാത്തിനും സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഫില്ലറ്റ് ഒരു 1 കൊടുക്കാം. പിന്നെ ഫില്ലറ്റ് 1 കൊടുക്കാം. ഈ ഹാൻഡിലിൻ്റെ ഫില്ലറ്റ് ഒരു 2 കൊടുക്കാം. ഇതിനും ഒരു 2 കൊടുക്കാം. ഇതിന് 1 കൊടുക്കാം. ഇതിനും ഒരു 1 കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചെയ്യാം. ഇതിനെ സെലക്ട് ചെയ്തിട്ട് കുറച്ച് മുകളിലോട്ടേക്ക് ആ ഒരു ഗ്രിഡിൻ്റെ മുകളിലോട്ടേക്ക് വെക്കുക. ഇതിൻ്റെ കളറൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ പോയിട്ട് ഒരു ഡാഷ് കളർ കൊടുക്കാം. നമുക്ക് ഇതിന് ഈ ഒരു സീറ്റിങ്ങിൻ്റെ ഒരു ഇതിനെ മാത്രം
സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ പിടിച്ചിട്ടാണ് നമുക്ക് രണ്ടെണ്ണത്തിന് സെലക്ട് ചെയ്യുക. കൺട്രോൾ പിടിച്ചിട്ട് നമ്മളിവിടെ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ സോഫ ഒരെണ്ണം വരച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും സോഫയാകുമ്പോൾ ഒരു മൂന്നെണ്ണമായിട്ടുള്ള ഒരു സെറ്റും പിന്നെ രണ്ടെണ്ണം സിംഗിളും അങ്ങനെയായിരിക്കും നമ്മുടെ ഇത് വരിക. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ടോപ്പ് വ്യൂവിൽ വന്നിട്ട് ഇതിനൊന്ന് കോപ്പി ചെയ്ത് വെക്കാം. ഓക്കെ, മൊത്തത്തിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് മൂവ് യൂസ് ചെയ്തിട്ട് ഷിഫ്റ്റ് പിടിച്ചിട്ട് കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി കൊടുക്കണം. ഓക്കെ, നമ്മളിവിടെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ കൊടുത്തിട്ടുള്ള ചേംഫറൊക്കെ ഫില്ലറ്റ് ഒക്കെ നമ്മൾ 0 ആക്കി കൊടുക്കാം. ഓക്കെ, സെലക്ട് ചെയ്യുക, ഫില്ലറ്റ് എല്ലാം 0 ആക്കി കൊടുക്കുക. 0 കൊടുക്കുക, ഫില്ലറ്റ് 0 ആക്കി കൊടുക്കുക. 0 0 ആക്കി. എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ എനിക്ക് 3 സെറ്റായിട്ടുള്ള ഒരു സോഫ ആക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിനെ കുറച്ച് ഈ ഒരു ഹാൻഡിനെ പിടിച്ച് ഞാൻ കുറച്ച് നീക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിനൊരു 3 കോപ്പി എടുത്ത് വെച്ചാൽ പോലെ ഇതിനെ പിടിച്ചിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് ടൂൾ ഓൺ ആക്കിയിട്ട് ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പം ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് നമ്മൾ കൊടുത്തത് ഈ ഒരു ബോക്സിൻ്റെ വിഡ്ത്ത് 60x60 ആണ്. ഒരു 3 എണ്ണം വരുമ്പോൾ ഒരു 120ൽ ഓപ്സെറ്റ് കുറച്ച് മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ 2 എണ്ണം വെക്കാമല്ലോ, കോപ്പി ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്തിട്ട് മൂവ് കൊടുത്തിട്ട് മൂവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് XYZ ആക്സിസിലെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഏത് ആക്സിസിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത്? എക്സിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ് വാല്യൂ നമ്മളൊരു 120 കൊടുക്കണം. ഓക്കെ, കണ്ടോ 120 മൂവ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സെറ്റിനെ, അതായത് ഹാൻഡ് ഒഴികെയുള്ള ഈ ഒരു സെറ്റിനെ കോപ്പി ചെയ്തിട്ട് 2 എണ്ണം കൂടി കോപ്പി ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് പിടിച്ചിട്ട് ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ട് ഇവിടെ കോപ്പി 2 കൊടുക്കാം. 2 എണ്ണം വേണ്ടത് 2 കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ 2 കോപ്പികൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ വിട്ടിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഇപ്പം ഇതിലോട്ടേക്ക് അറ്റാച്ച് ചെയ്യിക്കണം എനിക്ക്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സ്നാപ്പ് ഓൺ ആക്കിയിട്ട് ഈ ഒരു പോയിന്റിൽ പിടിച്ചിട്ട് ഇതിലോട്ടേക്ക് അറ്റാച്ച് ചെയ്യിക്കാം. അറ്റാച്ച് ചെയ്തു. ഇനി ഇതിനെ രണ്ടിനും സെലക്ട് ചെയ്തിട്ട് ഇതുമാതിരി സ്നാപ്പ് ഓൺ ആക്കിയിട്ട് അതിൽ അറ്റാച്ച് ചെയ്യുക. സെലക്ട് ചെയ്യുക, കൺട്രോൾ യൂസ് ചെയ്തിട്ട് എല്ലാത്തിനും സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് കറക്റ്റ് ഇവിടെ ഫിറ്റ് ആയിട്ട് ഇരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ മൂവ് ചെയ്ത് കോപ്പി ചെയ്തൊക്കെ വെക്കുമ്പം ചെറിയ ഗ്യാപ്പൊക്കെ വരും. എന്നിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ എല്ലാത്തിനും ഫില്ലറ്റ് കൊടുക്കാം. സെലക്ട് ചെയ്യാം, ഫില്ലറ്റ് നമ്മൾ ഹാൻഡിന് ചുറ്റുമാണ് കൊടുത്തത്. ഫില്ലറ്റ് കൊടുക്കാം, പിന്നെ കൊടുക്കാം,
ചെയ്തിട്ട് മൂവ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വയ്ക്കുക. എടുത്തിട്ട് സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് പിടിച്ചിട്ട് ഈ ഒരു പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വയ്ക്കുക, കോപ്പി കൊടുക്കുക. ഇതിനിപ്പം റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടോപ്പ് വ്യൂവിൽ വന്നിട്ട് ഇതിനിപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്തിട്ട് റൊട്ടേറ്റ് കൊടുക്കുക. ഇവിടെ ആംഗിൾ സ്നാപ്പ് ഓൺ ആക്കിയിട്ട് 90 ഡിഗ്രിയിൽ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എവിടെ എങ്ങനെയാണോ ആ ഒരു സോഫയുടെ പൊസിഷൻ വേണ്ടത് അതുമാതിരി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി.